വട്ടിയൂർക്കാവ് അജിത്ത് തന്നെ നമുക്കൊപ്പം ഉണ്ട്. മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, അന്ന് ചെയ്തതിൽ ഒരു തരുമ്പെങ്കിലും നാണക്കേട് തോന്നുന്നുണ്ടോ? എടുത്തു ചാടിയുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു. ആ സവാദ് തന്നെ നിങ്ങൾ പൂമാലയിട്ട് എന്തോ ധീരകൃത്യം നടത്തി വരുന്നവനെ എന്ന പോലെ സ്വീകരിച്ച സവാദാണ് ഇതാ വീണ്ടും അതേ തരത്തിലുള്ള ആരോപണത്തിൽ ഇപ്പോൾ പോലീസ് പിടിച്ച് റിമാൻഡിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും അന്ന് ചെയ്തതിൽ ഒരു കുറ്റബോധമോ അതിൽ എന്താ ചെയ്തത് തെറ്റാണെന്നോ ഉള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഒരു നടപടിക്ക് വേണ്ടി ഞങ്ങൾ പോയത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ 14-നാണ് ഇങ്ങനെ ഒരു കേസ് വരികയും ഇപ്പോൾ സവാദിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിൽ നമുക്ക് പരാതിക്കാരി ആരാണെന്നറിയില്ല, മറ്റു നടപടികൾ എന്താണെന്നറിയില്ല. അന്ന് നന്ദിതയുടെ കേസ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എന്താണ് നടന്നതെന്നുള്ള ഏറെക്കുറെ നമുക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ അന്ന് വീഡിയോ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ട് നിങ്ങൾ സവാദ് നിരപരാധിയാണ്, സവാദ് ഒരു തെറ്റും ചെയ്യാത്ത ആളെന്നല്ലേ നിങ്ങൾ കണക്കാക്കിയത്. ഇപ്പൊ വീണ്ടും ഇയാൾക്കെതിരെ പരാതി ആര് നൽകിയെന്നൊന്നും അറിയേണ്ട നമ്മുടെ വിഷയമല്ലല്ലോ. ഇയാൾക്കെതിരെ വീണ്ടും പരാതി വരുമ്പോൾ ഇയാൾ സ്ഥിരമായി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളാണെന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അന്ന് ചെയ്തതിൽ ഒരു കുറ്റബോധവും ഇല്ലാതെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? അല്ല, ഇപ്പോ അദ്ദേഹത്തെ ഇതൊരു പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ ട്രാപ്പിലാക്കിയതല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അല്ല, എന്റെ ശ്രീ അജിത് കുമാർ, ഇങ്ങനെ പ്ലാൻ ചെയ്ത് ട്രാപ്പിലാക്കാനൊക്കെ സവാദ് ആരാണ്? സാധാരണ ഒരു മനുഷ്യനല്ലേ, ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒരാളെ കുടുക്കി എന്തെങ്കിലും നേടാനൊക്കെ അങ്ങനെ ഒരു സംഘടനാ തലപ്പത്തിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പൊതുമധ്യത്തിൽ അല്ലാതെ വലിയ ഇമേജിൽ നിൽക്കുന്ന ആളെയൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ ശ്രമിക്കേണ്ട ഒരാളാണോ? ഇതാരാണ് ഇങ്ങനെ ഇത്ര വലിയ ഗൂഢാലോചനയൊക്കെ നടത്തി ഒരാളെ പെടുത്താൻ ശ്രമിക്കുന്നത്? ന്യായീകരിക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ, പക്ഷെ അത് ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നിട്ട് അതിന്റെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ന്യായീകരിക്കരുത്. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു പുരുഷനെ കുരുക്കണം, അവനെ അകത്താക്കണം എന്ന് വിചാരിച്ചാൽ അവനെ ജയിലിൽ അടയ്ക്കുവാൻ നിമിഷ നേരം മതി എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ശ്രീ അജിത്ത് അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് സവാദ് എന്ന ആളെ തുടർച്ചയായി ഇങ്ങനെ ഇപ്പൊ നേരത്തെയുള്ള കേസും സവാദിനെ കുടുക്കിക്കളയാം, ഇപ്പോഴുള്ള കേസും സവാദിനെ കുടുക്കിക്കളയാം, അങ്ങനെ ആളുകൾ കരുതിക്കൂട്ടി ചെയ്യാണ്. ഇത് എന്താണ് അങ്ങ് പറയുന്നത്? പോലീസ് എന്താ വെറുതെ ഇരുന്ന് അന്വേഷിച്ചിട്ടാണോ ഇപ്പോൾ ഇത്രയെങ്കിലും ന്യായീകരിച്ച് പറയാൻ നിൽക്കുന്നേ? അല്ല, ഇപ്പൊ ന്യായീകരിച്ചില്ലല്ലോ, സാഹചര്യങ്ങളാണ് പറയുന്നത്. കാര്യം ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ വരികയും നമ്മൾ കാണുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മൾ സാഹചര്യം ഏതുമാവാം. അന്ന് ഈ കേസ് പൂമാലയിട്ട് ഞങ്ങൾ ഇറങ്ങിയതിന്റെ അടുത്ത ദിവസം നന്ദിത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് വിധേനയും അയാളെ ഞങ്ങൾ സവാദിനെ ജയിലിൽ അടയ്ക്കും എന്ന്. അപ്പൊ അനുഭവിച്ച ഒരു ആൾ പറയുന്നല്ലേ, ഒരു അനീതി നേരിട്ട ആള്, ആ അനീതി തന്നോട് പ്രവർത്തിച്ച ആള് ഏത് വിധേനയും നിയമത്തിന്റെ മുന്നിലൂടെ അയാൾക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? നിയമ നടപടിയിൽ കൂടി ആകാം, അല്ലാതെ വേറെ രീതിയിൽ കൂടി ആകാൻ പാടില്ല. അവരിപ്പോ വേറെന്താണ് ചെയ്യുന്നത്? അവര് പരാതി കൊടുത്തു, അവസാനം നന്ദിത തന്നെ പറയുന്നത് കേട്ടില്ലേ? അന്നത്തെ ആ ദിവസത്തിന് ശേഷം ദിവസവും അവർ സൈബർ റേപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസം അല്ലാതായി മാറിക്കഴിഞ്ഞു. കാരണം അത്രയേറെ അവർ ചീത്ത കേട്ടിട്ടുണ്ട്. ഈ ഇത്തരം കാര്യങ്ങൾ നടന്നു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഇരയായ ഒരു സ്ത്രീ മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ന്യായീകരിക്കോ അല്ലെങ്കിൽ നിരപരാധി ഇങ്ങനെ കേസിൽ കൊടുക്കുന്നുണ്ട്, അതിലൊന്നും ഒരു തർക്കമില്ല. അങ്ങനെ പല കേസുകളുണ്ട്. പക്ഷേ അതിനെ പൂമാലയിട്ടൊക്കെ സ്വീകരിക്കുമ്പോൾ ഈ മെൻസ് അസോസിയേഷൻ എന്ന സംഘടന എന്തിനാണെന്ന് പോലും കണ്ടു നിൽക്കുന്ന ചുറ്റുമുള്ളവർക്ക് ഇതെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടനയുമായി നടക്കുന്നതെന്ന് ചോദിക്കാൻ തോന്നിപ്പോകും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ നന്ദിതയും തൊട്ടിപ്പുറത്ത് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ ആ ബസ്സില്, എന്തുകൊണ്ട് സവാദിനെ ഈ സെന്ററിൽ ഇരുത്തി എന്നുള്ളതിന്റെ ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ ചോദ്യം എന്താ അവിടെ വരാത്തത്? ആ ചോദ്യം ചോദിക്കണ്ടേ? എന്തത് കാര്യം? ഇപ്പൊ ലോങ് ട്രിപ്പ് ഒക്കെ ബസ്സിൽ പോകുന്നവർ നമ്മളെല്ലാം വേണ്ടെന്നാണ് പിടിച്ചിരുത്തി എന്നൊക്കെ ചോദിക്കുന്ന നിലയിലേക്കൊക്കെ പോകലെ. ഇതൊരു സ്ത്രീയുടെ